ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ പാഷൻ പ്രോ വണ്ടി. വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജനറൽ സർവീസ്, അതേപോലെ തന്നെ ചെയിൻ സ്പോക്കറ്റ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, ഫ്രണ്ട് കോൺസെറ്റ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു. അതേപോലെ ഡിസ്ക് ബ്രേക്ക്, MC സബ്, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയത്തെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊന്ന് വാട്ടർ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് ചെയിൻ്റെ ഭാഗമൊക്കെ ക്ലിയർ ചെയ്തിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഇവിടുന്ന് ചെയിനൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാനുണ്ട്. അതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ അതിൻ്റെ എന്ന് വെച്ചാൽ ഇപ്പോൾ ബാറ്ററി നമ്മൾ കംപ്ലൈൻ്റ് ആണ്. കാരണം വെച്ചാൽ നമ്മൾ ഒരു പ്രാവശ്യം ചെക്ക് ചെയ്യുന്ന സമയത്ത് ലോ ആയിട്ടാണ് കാണിച്ചത്. ചാർജിലിട്ടു, കയറ്റി വെച്ച് സെൽഫ് അടിക്കുന്നുണ്ട്. 1-2 പ്രാവശ്യം സെൽഫ് അടിച്ചപ്പോഴത്തേക്കും വീണ്ടും ഡൗൺ ആയി. അപ്പോൾ ബാറ്ററി മാറ്റാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. കാരണം എന്ന് വെച്ചാൽ വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്. വണ്ടി കമ്പനി പുതിയത് മേടിച്ചപ്പോൾ വണ്ടിയിൽ വന്ന ബാറ്ററിയാണ്. നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എപ്പം എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും ഒരു 4 കൊല്ലം 5 കൊല്ലത്തിൻ്റെ അടുത്തായിട്ടുണ്ട്. അപ്പോൾ ബാറ്ററി മാറ്റി വെച്ചാലാണ് നമുക്ക് സെൽഫുമായി ബന്ധപ്പെട്ട കംപ്ലൈൻറ്റൊക്കെ റെഡി ആവുള്ളൂ. ബാറ്ററി മാറ്റി ഇതിനാണെങ്കിൽ ശരിക്കും ബാറ്ററി സപ്പോർട്ട് വേണം. പവർഫുൾ ബാറ്ററി ആയിരിക്കണം. അങ്ങനെ മാറ്റി വയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഇപ്പോൾ അയക്കണ ബില്ലും ബാറ്ററിയും കൂടിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ MC സബൊക്കെ മാറ്റി പുതിയതിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരല്പം ബ്രേക്ക് കുറവ് കാണിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ എത്രയൊക്കെ എയർ എടുത്താലും ആ പൈപ്പിനകത്ത് ഒരു ചെറിയൊരു എയർ ബബിൾസ് ഉണ്ടാവും. അത് നമുക്കൊരു 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇപ്പോൾ ബ്രേക്ക് ഇല്ലായികയല്ല, ബ്രേക്കൊക്കെ ഉണ്ട്. പക്ഷേ ഒരല്പം പെഡലിൽ ഇച്ചിരി ബ്രേക്ക് കൂടുതൽ അങ്ങോട്ട് പോകണ പോലെ ഫീലുണ്ട്. നമുക്കൊരു ഒരാഴ്ചക്കുള്ളിൽ തന്നെ ബ്രേക്ക് ഇങ്ങനെ ടച്ച് ആകുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെയാണ് പുതിയ വണ്ടി മേടിച്ചപ്പോൾ നടന്ന ആ ഒരു കണ്ടീഷനിലേക്ക് ഇത് ഐറ്റം മാറും കേട്ടോ. കാരണം ഞാൻ അതിനകത്ത് ആ എയർ ബോൾസ് പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം ഓട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്നാവും. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരാഴ്ചക്കുള്ളിലൊക്കെ തന്നെ എങ്ങനെയൊക്കെ അത് റെഡി ആയിക്കോളും കേട്ടോ. നമുക്കിപ്പോൾ അത് ഈ പ്ലേ കുറയ്ക്കാവുന്ന രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്കത് ഓൾറെഡി ആ എയർ ബബിൾസ് പോകുന്ന സമയത്ത് പിന്നെ ബ്രേക്ക് ജാമാവാൻ തുടങ്ങും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തൽക്കാലം ബ്രേക്ക് ഉണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ.